Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ടഫാണ് ഇത് ഉണ്ടാക്കാമെന്ന്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചാൽ മതി, ഇത് താനെ മെൽട്ടായിട്ട് വരും. നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു കളറാണ് നമ്മുടെ കേക്കിൻ്റെ കളറും വരുന്നത്. വേറെ കളറൊന്നും നമ്മൾ ചേർക്കുന്നതല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ്, ബദാം, കിവി, കിസ്മിസ്, പിന്നെ 3 കളറ് ടൂട്ടി ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതവിടെ വെക്കാം. അപ്പോഴേക്കും അതിനുള്ളിലൊക്കെ കാരമൽ സിറപ്പ് കയറും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം റെഡിയാക്കി എടുക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ടിന്നിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ട മൈദ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ഏലക്കായുടെ തോല് കളഞ്ഞിട്ടിടണം. ഞാനത് മറന്നുപോയതാണ്. 2 ഗ്രാമ്പു, 2 കഷ്ണം പട്ട കുറച്ച് ചേർക്കാവൂ. ഓവറായാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. കുറച്ച് ചേർത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മൈദ ആദ്യം ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം അതിൽ ബാക്കി മൈദയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ചിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാരമൽ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണിത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് പാനിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. പാത്രം ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെയുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ട്സും അണ്ടിപ്പരിപ്പ് ബദാമുമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ 45 മിനിറ്റ് ആവുന്നത് വരെ നിങ്ങളിത് തുറന്ന് നോക്കരുത്. 45 മിനിറ്റ് ആയിട്ടാകുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അതിപ്പോൾ കുക്കറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്ന് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ആ പാത്രത്തിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മുടെ അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത്. പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളത് ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.